വേദിയിലുള്ള മഹൽ വ്യക്തികളെ, സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. മുജാഹിദ് 10ാം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വളരെ അഭിമാനമായി ഞാൻ കരുതുന്നു. ഇതിനു മുമ്പ് നടന്ന മുജാഹിദ് സമ്മേളനങ്ങളിൽ പലതിലും പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ 10ാം സമ്മേളനം അതിൻ്റെ പ്രമേയം കൊണ്ട് വളരെയേറെ ശ്രദ്ധേയവും വളരെയേറെ പ്രാധാന്യവും അർഹിക്കുന്നതാണ്. വിശ്വമാനവീയതയ്ക്ക് വെളിച്ചം, വേദ വെളിച്ചം എന്നുള്ള ആ സന്ദേശം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യത്തെയും അതിൻ്റെ പ്രവർത്തനത്തെയും വിളിച്ചറിയിക്കുന്നതാണ്. ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ തൗഹീദിൻ്റെ യഥാർത്ഥ പ്രചാരകരായ മുജാഹിദ് പ്രസ്ഥാനവും പ്രവർത്തകരും നമ്മുടെ കേരളത്തിൽ ദേശീയ തലത്തിലും മുസ്ലിം നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ ഏറ്റവും പ്രമുഖമായ പ്രസ്ഥാനമാണ്. മൗലാന അബുൽ കലാം ആസാദും കേരളത്തിൽ അബ്ദുറഹ്മാൻ സാഹിബും മൊയ്തു മൗലവിയും KM സിദി സാഹിബിനെ പോലുള്ള പ്രതിപാദനന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കൾ കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് വഹിച്ചിട്ടുള്ള സംഭാവന, മുജാഹിദ് പ്രസ്ഥാനം നൽകിയിട്ടുള്ള സംഭാവന നമ്മുടെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ മഹാത്മാഗാന്ധി നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിന് നേതൃത്വം നൽകുന്ന കാലത്ത് അലി സഹോദരന്മാരും മൗലാന അബുൽ കലാം ആസാദും ഗാന്ധിജിയോട് തോളുരുമ്മി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയിലെ മുസ്ലിമുകളെ അണിനിരത്തിയ ആവേശകരമായ ചരിത്രം ന്യൂനപക്ഷങ്ങൾ എത്രമാത്രം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുവഹിച്ചു എന്നുള്ളതിന് തെളിവാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു തുള്ളി വിയർപ്പോ ഒരു തുള്ളി ചോരയോ ചെറിയാത്ത ആളുകളാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത്. അവർക്ക് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും പരിപൂർണമായി തകർത്ത് ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ അതിൻ്റെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. വിശ്വമാനവികതയ്ക്ക് വേദ വെളിച്ചം എന്ന് പറയുമ്പോൾ തീർച്ചയായും വിശുദ്ധ ഖുർആനെ മാർഗദർശിയായി, നമ്മുടെ മാർഗദീപമായി മാറുകയും ഇഹലോകത്തിന് നമുക്ക് ക്ഷേമവും പരലോകത്ത് മോക്ഷത്തിനും വേണ്ടി ജീവിതം അവസാനിക്കുന്നത് മരണത്തോടു കൂടിയല്ല, മരണം ആത്യന്തികമായ ജീവിതത്തിൻ്റെ പ്രവേശന കവാടമാണ് എന്ന ഖുർആനിക സത്യം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ സന്ദേശം പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥമായി വിശുദ്ധ ഖുർആന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിക്കൊണ്ട് ധാർമ്മികമായ ആത്മീയമായ ഒരു ജീവിതം നയിക്കാൻ വിശ്വാസികൾക്ക് കൂടുതൽ പ്രേരണയും പ്രചോദനവും നൽകുന്ന ഒരു സന്ദേശവും പ്രവർത്തനങ്ങളുമാണ് മുജാഹിദ് പ്രസ്ഥാനം നടക്കുന്നത്. നമുക്ക് കേരളത്തിൽ വളരെയധികം ഇതുപോലുള്ള ആത്മീയ പ്രസ്ഥാനങ്ങൾ, മതസംഘടനകൾ പ്രവർത്തിക്കുന്നു. പല സംഘടനകളാണ്, അവരെല്ലാം ശക്തരുമാണ്. അവരുടെയൊക്കെ ഇത്തരം സമ്മേളനങ്ങളിൽ പലതിലും പങ്കെടുത്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് തോന്നുകയാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ ആദർശ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താൻ, അത് പിൻപറ്റി ജീവിക്കാൻ കഴിയുന്ന യഥാർത്ഥ ബഹുമാനീയങ്ങളായി മതവിശ്വാസികളെയും വളർന്നു വരുന്ന തലമുറയെയും രൂപപ്പെടുത്തുന്നതിനുള്ള ദീനിയായ ആ പ്രവർത്തനങ്ങൾക്ക് ഇത്തരം സംഘടനകൾ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തനങ്ങളോടൊപ്പം വലിയ പ്രാധാന്യം നൽകുന്നു. ഇന്നത്തെ നമ്മുടെ യുവതലമുറ വാസ്തവത്തിൽ ദീനിൻ്റെ മാർഗത്തിൽ നിന്ന് വലുതായി വ്യതിചലിക്കുന്നില്ലെങ്കിലും നമ്മുടെ യുവതലമുറയിലും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കടന്നുകൂടിയിരിക്കുക.
അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത്, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, വെഞ്ഞാറമൂട് എന്ന സ്ഥലത്ത് ഒരു ഡോക്ടർ, പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സായ ഡോക്ടർ, ഒരു മുസ്ലിം യുവതി ആത്മഹത്യ ചെയ്തു. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. ആ ഉമ്മ എന്നോട് ആവശ്യപ്പെട്ടത്, നിങ്ങളെല്ലാം വന്നു, എൻ്റെ മകളുടെ ആത്മഹത്യയിൽ നിങ്ങളെല്ലാം ദുഃഖം പ്രകടിപ്പിച്ചു, അതുകൊണ്ട് അവസാനിപ്പിക്കരുത്. എൻ്റെ മകൾക്കുണ്ടായ അവസ്ഥ ഒരു പെൺകുട്ടിക്കും ഇനി ഭാവിയിൽ ഉണ്ടാവരുത്. അതിനനുസൃതമായ നിയമ നടപടികൾ സ്വീകരിക്കാനും അതിനനുസൃതമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താനും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക പ്രസ്ഥാനങ്ങളും നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ആ ഉമ്മയുടെ ദുഃഖം നമ്മുടെ എല്ലാ ഉമ്മമാരുടെയും ദുഃഖമാണ്. ഇസ്ലാമിൽ വിവാഹത്തിലുള്ള പരിപാവനത്വവും അതിൻ്റെ പ്രത്യേകതയുമെല്ലാം നമുക്കറിയാം. നമ്മുടെ സമുദായത്തിൽ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചു വന്നേ ഉള്ളൂ. സ്ത്രീധനത്തിൻ്റെ പേരിലാണ് ആ വിവാഹബന്ധം. പരസ്പരം പ്രേമിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച രണ്ട് ഡോക്ടർമാർ, അവർ രണ്ടുപേരും മുസ്ലിം ഇസ്ലാം മതവിശ്വാസികളാണ്. സ്ത്രീധനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു. ഇന്നും നമുക്കറിഞ്ഞുകൂടാത്ത അതുപോലെ നിരവധി ഗാർഹിക പീഡനങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നു. ആ വാർത്തകളെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം, അതെല്ലാം പീഡനത്തിന് ഇരയാകുന്നതും ആത്മഹത്യ ചെയ്യുന്നതും ഇതുപോലുള്ളതിൽ കൂടുതലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. നമ്മുടെ സമുദായത്തിൽ ഇനിയും സ്ത്രീധനം പോലുള്ള അനാചാരത്തിനെതിരെ അതുപോലെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഇതിലെല്ലാം എതിരായി എന്താണ് ഇസ്ലാം വിഭാവന ചെയ്യുന്ന വിവാഹത്തെക്കുറിച്ചുള്ള നമ്മുടെ ആദർശം, സങ്കല്പം എന്നുള്ളത് യുവതലമുറയെ പഠിപ്പിച്ചാൽ മാത്രം പോരാ, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് പ്രേരണയും പ്രചോദനവും യുവാക്കൾക്ക് അതിനുള്ള ശക്തിയും പകർന്നു കൊടുക്കേണ്ട ബാധ്യത മുജാഹിദ പ്രസ്ഥാനം പോലുള്ള പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. ഒരു കാലത്ത് നമ്മൾ വിദ്യാഭ്യാസത്തിലും വിജ്ഞാന സമ്പാദനത്തിലും എല്ലാം പുറകിലായിരുന്നു. പിന്നോക്കമായത് അങ്ങനെയാണ്. പക്ഷെ ആ കാലഘട്ടത്തിലാണ് വിജ്ഞാനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും വെളിച്ചം നമ്മുടെ സമുദായത്തിലേക്ക് വീശിക്കൊണ്ട് മുജാഹിദ പ്രസ്ഥാനം അന്ന് ഈ കേരളത്തിൻ്റെ മുസ്ലിം നവോത്ഥാനത്തിന് നേതൃത്വം നൽകി. സീതി സാഹിബും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും അതുപോലെ തന്നെ മൊയ്ത് മൗലവിയും, തിരുവിതാംകൂറിൽ ഞാൻ ഓർമ്മിക്കുകയാണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലുള്ള ആളുകൾ വിദ്യാഭ്യാസ പുരോഗതിയിലൂടെ മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് നൽകിയ നേതൃത്വം ഇന്ന് ആശയപരമായി നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കടന്നുകൂടിയിട്ടുള്ള അനിസ്ലാമികമായ ഒരുപാട് പ്രവണതകളുണ്ട്. അവിടെയാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ദർശനം പൂർണ്ണമായി ഉൾക്കൊള്ളേണ്ടത്. ആ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ഖുർആനെയും പ്രവാചക ചര്യയെയും മാതൃകയാക്കിക്കൊണ്ട് യഥാർത്ഥ മുസൽമാൻ സർവതും സൃഷ്ടാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നവരാണ് നമ്മൾ. ഇസ്ലാം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥമാണ് സമർപ്പണത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മതമാണ് ഇസ്ലാം, വിശ്വാസമാണ് ഇസ്ലാം. ആ വിശ്വാസം നമ്മുടെ യുവതലമുറയിലും ഇന്നത്തെ സമൂഹത്തിലും കൂടുതൽ ദൃഢപ്പെടുത്താൻ ഇത്തരത്തിലുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, മത സംഘടനകൾ അതിനുവേണ്ടി കാര്യമായ പ്രവർത്തനം നടത്തണം എന്ന് ഒരു നിർദ്ദേശം ഈ അവസരത്തിൽ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നടക്കുന്നില്ല എന്നല്ല, വിവാഹത്തിൻ്റെ ആഡംബരത്തിനെതിരെ ഒരുപാട് ക്യാമ്പയിനുകൾ നടക്കുന്നു. എന്തുമാത്രം ധൂർത്തും ആഡംബരവുമാണ് വിവാഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നത്. പാവപ്പെട്ട കുട്ടികൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ അത് സമൂഹത്തിലാകെയുള്ളതാണ്. പക്ഷേ അതിൽ നിന്ന് ഒരു വ്യത്യസ്തത ഉണ്ടാക്കേണ്ട സമുദായമാണ് ഇസ്ലാം എന്നവരെ ഓർമ്മിപ്പിക്കുവാൻ മുജാഹിദ പ്രസ്ഥാനം പോലുള്ള പ്രസ്ഥാനങ്ങൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നല്ല, കൂടുതൽ ആ രംഗങ്ങളിൽ അവർ ശ്രദ്ധ പതിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. വിശ്വാസം നിലനിർത്താൻ, ആരാധന
അനുഷ്ഠാനങ്ങൾ നമുക്ക് അനുഷ്ഠിക്കാൻ ഉള്ള അവകാശം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് നാം ജീവിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭരണഘടന നൽകുന്ന അവകാശമാണ്. ഇവിടെ ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു, രാജ്യത്തിൻ്റെ ബഹുസ്വരത എന്ന് പറയുന്നത്, ഇന്ത്യയുടെ മതനിരപേക്ഷത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയിൽ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്നുള്ള ചരിത്രം ഞാനതിൽ വിശദമായി കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഇന്ത്യ രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും തുല്യത നൽകിക്കൊണ്ട്, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ടുള്ള രാജ്യത്തെ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. ആ നിർമ്മാണ സമിതിയിൽ ഭൂരിപക്ഷം ആളുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായകരാണ്. ജാതിയും മതവും തിരിച്ചു പറഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളും ഹിന്ദുക്കളാണ്. അവരാണ് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാവണം എന്ന് ലോകത്തൊരിടത്തുമില്ലാത്ത ആദർശം ഇന്ത്യൻ ഭരണഘടനയിൽ അവർ രേഖപ്പെടുത്തി. അതിനു മുമ്പ് തന്നെ നമുക്കറിയാം, ഹിന്ദുമതം, ഇന്ത്യയിലെ ഭൂരിപക്ഷം മതം ഹിന്ദുമതമാണല്ലോ. ആ ഹിന്ദുമതത്തിനുള്ളിൽ ഒരുപാട് നവീകരണ പ്രസ്ഥാനങ്ങളുണ്ടായി. ഭാരതീയ നവോത്ഥാനം ചരിത്രം വായിച്ചാൽ അറിയാം. രാജാ റാം മോഹൻ റായിയുടെ കാലം മുതൽ ഏറ്റവും ഒടുവിൽ മഹാത്മാഗാന്ധി വരെയുള്ള, അന്നത്തെ ഇവരെല്ലാം കോൺഗ്രസിൻ്റെ നേതാക്കളായിരുന്നു, സ്വാതന്ത്ര്യ സമര നേതാക്കളായിരുന്നു. ആത്മീയ നേതാക്കളായ ശ്രീരാമ പരമകൃഷ്ണഹംസൻ, സ്വാമി വിവേകാനന്ദൻ, ദയാനന്ദ സരസ്വതി, ഇങ്ങനെ പലരും, ബ്രഹ്മസമാജം, ആര്യ സമാജം, ഇതിൻ്റെ എല്ലാം ആവിർഭാവത്തിൽ ഒരു കാര്യം പറയുന്നു. രാജാ റാം മോഹൻ റായി ലോകത്തുള്ള എല്ലാ മതങ്ങളെയും കുറിച്ചൊരു താരതമ്യ പഠനം നടത്തി. ആ താരതമ്യ പഠനം നടത്തി അദ്ദേഹം എത്തിയ നിഗമനം, എല്ലാ മതങ്ങളുടെയും ഉറവിടം ഹൃദ്യവും വളരെ ശുദ്ധവുമാണ്. മാലിന്യങ്ങൾ കാലക്രമത്തിലാണ് വന്നടിയുന്നത്. അവസാനം രാജാ റാം മോഹൻ റായ് കണ്ടെത്തി എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വം ഒന്നാണ്. അദ്ദേഹം അതുകൊണ്ടാണ് ഏകമതം, ഏക ദൈവം എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം പറഞ്ഞു. അതിനാണ് അന്ന് അദ്ദേഹം ബ്രഹ്മസമാജം ഉണ്ടാക്കി. പിന്നീട് വന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഞാൻ പറഞ്ഞ ധാരാളം ആളുകൾ, ദയാനന്ദ സരസ്വതി, ഇവരെല്ലാം മത ഐക്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ കാലക്രമത്തിൽ ഈ പ്രസ്ഥാനങ്ങളെല്ലാം വന്നു നിന്നത് ഈ സാമൂഹ്യ പരിഷ്കരണത്തെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കർമ്മരംഗമായിരുന്നു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ നിസ്സഹകരണ ഖിലാഫത്ത് സമരം. അതിലൂടെ എല്ലാം എത്തിയപ്പോൾ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞു, സർവമതങ്ങളുടെയും സംഗമസ്ഥാനമായ ഭാരതത്തിൽ ഒരു മതത്തിൻ്റെ ഒറ്റയടിപ്പാതയിലൂടെ ഭാരതത്തിന് മുമ്പോട്ട് പോയാൽ ഈ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവില്ല. അതുകൊണ്ട് സർവധർമ്മ സമഭാവം അദ്ദേഹത്തിൻ്റെ മതസങ്കല്പം അതായിരുന്നു. എല്ലാ മതവും ഒന്നുപോലെ. അതാണ് ഇവിടെ ശ്രീ ബ്രിട്ടാസ് സൂചിപ്പിച്ചു. ഗാന്ധിജി യഥാർത്ഥത്തിൽ ഇപ്പോൾ വലിയ ഒച്ചപ്പാട് നടക്കുന്നുണ്ടല്ലോ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ ചൊല്ലി. അതിനെ ചൊല്ലി പലരും, പല രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലും ദേശീയ തലത്തിലും ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തി സംസാരിക്കുന്നുണ്ട്. പലരോടും ഞങ്ങളൊക്കെ പറഞ്ഞൊരു മറുപടി, യഥാർത്ഥത്തിൽ ശ്രീരാമനെ ഇന്ത്യൻ ജനകോടികളുടെ ഹൃദയങ്ങളിൽ ആദ്യം പ്രതിഷ്ഠിച്ചത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ ശ്രീരാമനല്ല ഇന്നിപ്പോൾ അവിടെ മഹാത്മാഗാന്ധിയുടെ പ്രാണനെടുത്ത ഗോഡ്സെയുടെ അനുയായി അയോധ്യയിൽ നടത്തിയ പ്രാണപ്രതിഷ്ഠ മഹാത്മാഗാന്ധിയുടെ പ്രതിഷ്ഠയല്ല. മഹാത്മാഗാന്ധി ആരാണെന്ന് ഗാന്ധിജി തന്നെ പറഞ്ഞു. ഗാന്ധിജി പറഞ്ഞു, എൻ്റെ രാമൻ അയോധ്യാപതിയായ ദശരഥപുത്രനല്ല, രാമായണ കഥാപാത്രമായ സീതാപതിയല്ല, എൻ്റെ ഉള്ളിലെ സത്യബോധത്തിൻ്റെ നാമധേയം മാത്രമാണ്. എനിക്ക് രാമനും റഹീമും ഒന്നുപോലെയാണ്. അള്ളാഹുവും അതുപോലെ തന്നെ ദൈവവും എല്ലാം ദൈവത്തിൻ്റെ പല രൂപങ്ങളാണ്. ആ മഹാത്മാഗാന്ധിയെ എന്തിനാണ് വെടിവെച്ച് കൊന്നത്? മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നാൽ
ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ കഴിയില്ല. നാഥുറാം ഗോഡ്സെയുടെ കേസ് വിസ്താരം നടക്കുമ്പോൾ അവസാനം നാഥുറാം ഗോഡ്സെ അവസാനമായി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഇന്ത്യയുടെ മതേതരത്തെ തൂക്കിലേറ്റണം. തൂക്കിലേറ്റുന്നതിന് മുമ്പ് പറയാനുള്ളൂ, എൻ്റെ അവസാനത്തെ ആഗ്രഹം സെക്കുലറിസം ഓഫ് ഇന്ത്യ ഷുഡ് ബി ഹാൻഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ വിസ്താരത്തിൻ്റെ ആ വിശദ വിവരങ്ങൾ പുസ്തകമായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മതേതരത്വം എന്നത് നൂറ്റാണ്ടുകളിലൂടെ ഇന്ത്യയുടെ ആർഷഭാരത സംസ്കാരം തന്നെ എന്നാണ് പറയുന്നത്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അതെല്ലാം രൂപപ്പെട്ട് ഇന്ത്യയിലെ മുസ്ലിം ജനത രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വരാജ്യ സ്നേഹം സത്യവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം അവർക്ക് നൽകിയ ഒരു ഔദാര്യമല്ല, അവർക്ക് നൽകിയ അവകാശമാണ്. ആ മതേതരത്വത്തെയാണ് ഇപ്പോൾ തകർക്കാൻ പല രൂപത്തിൽ പല രീതിയിൽ. അയോധ്യയിലെ ആ പ്രതിഷ്ഠയെക്കുറിച്ചും അതിനെക്കുറിച്ചും ഇവിടെ തന്നെ പല ആളുകളും പറഞ്ഞു. അയോധ്യ ക്ഷേത്രം അത് തകർത്തത്, അയോധ്യയിൽ മസ്ജിദ് തകർത്ത് ക്ഷേത്രം പണിയുന്നതിനോട് ഒരിക്കലും യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആദ്യമായി അയോധ്യയിൽ രാമ വിഗ്രഹം സ്വയംഭൂവായി കണ്ടു എന്ന് പറഞ്ഞ് കളക്ടറോട് അദ്ദേഹം പറഞ്ഞ മറുപടി അടുത്തുള്ള സരയൂ നദിയിൽ എറിയാൻ പറഞ്ഞ ആളാണ് ജവഹർലാൽ നെഹ്റു. ആ ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും മൗലാന അബുൽ കലാം ആസാദുമാണ് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രധാന ശില്പികൾ. അവരുണ്ടാക്കിയ ഈ മതേതര രാജ്യത്ത് ഇന്ത്യയിലെ മതനിരപേക്ഷതയെ തകർക്കുന്ന രൂപത്തിൽ അവിടെ വാസ്തവത്തിൽ അയോധ്യയിൽ ബാബരി മസ്ജിദിൻ്റെ സുപ്രീം കോടതി വിധി വന്നപ്പോൾ ആ വിധിയെ വിമർശനാത്മകമായി തന്നെ അതിനോട് സമീപിച്ച ആളുകളാണ് നമ്മളെല്ലാം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇവിടെ ഈ വിശ്വാസത്തെ തകർക്കുന്ന, നമ്മുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ തകർക്കുന്ന ഈ വെല്ലുവിളികളിൽ എങ്ങനെയാണോ നമ്മുടെ വിശ്വാസം ദൃഢവും ശക്തവുമായിരിക്കുന്നത്, ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിജീവിക്കുവാൻ നമുക്ക് കഴിയണം. അവിടെ യോജിച്ച ശക്തമായ മുന്നേറ്റങ്ങൾ ഉണ്ടാവണം. മുസ്ലിം ജനത മാത്രമല്ല, ഇന്ത്യയുടെ മതേതരത്വത്തെ സംരക്ഷിക്കണമെന്നാഗ്രഹിക്കുന്ന പല ശക്തികളും ഈ രാജ്യത്തുണ്ട്. ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്നവർ വരാൻ പോകുന്ന 2024 ഒരു പാർട്ടി അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയല്ല, ഇന്ത്യയെ വീണ്ടെടുക്കാൻ, ഇന്ത്യയെ രക്ഷിക്കാൻ, ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും രക്ഷിക്കുക എന്ന വിശാലമായ കാഴ്ചപ്പാടിൽ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി മുന്നേറേണ്ടതിൻ്റെ ആവശ്യകത നമുക്കെല്ലാം അറിയാം. ആ ആവശ്യകതയ്ക്ക്, ആ മുന്നേറ്റത്തിന് ശക്തി പകരാൻ നമ്മുടെ രാജ്യത്തെ എല്ലാ മതന്യൂനപക്ഷങ്ങളും, പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനം പോലുള്ള പ്രസ്ഥാനങ്ങൾ അവരുടെ പങ്ക് നിർവഹിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. പങ്ക് നിർവഹിക്കുവാൻ ഈ സമ്മേളനം അവർക്ക് കൂടുതൽ ശക്തി പകരട്ടെ എന്നാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.